എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കേൾക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. ഓക്കെ, എത്ര ഉണ്ട്? 20 എന്തായാലും മിനിമം ഉണ്ടാവും. അത് ശരി, അത് കൂടാൻ അല്ല, അത് കുറയാനേ ചാൻസ് ഉള്ളൂ ഓൺലൈനിൽ. ഓക്കെ, ഫസ്റ്റ് വൺ ചിയാൻ 63. ആനന്ദ് ശങ്കർ സംവിധാനം ചെയ്ത് ചിയാൻ വിക്രം നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ കുറച്ച് സ്റ്റിൽസുകൾ വന്നിട്ടുണ്ട് കേട്ടോ. സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയ ഷിബുവും പിന്നെ ഉർവശിയും ചിയാൻ വിക്രവും ഇവരൊക്കെ ഒരുമിച്ചുള്ള സ്റ്റിൽസാണ് പുറത്തു വന്നുള്ളത് കേട്ടോ. ഓക്കെ, അടുത്തത് ഹാപ്പി 4K. യെസ്, 86 ലക്ഷം കളക്ഷൻ ഉണ്ടോ 3 ദിവസം കൊണ്ട്. യെസ്, അപ്പോൾ 1 കോടി എന്തായാലും തൊടും. അതോടും ഉറപ്പാ. അങ്ങനെയാണ് നല്ല കിട്ടലാ. തീർച്ചയായിട്ടും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറേ റിലീസുകൾ വന്നിട്ടുണ്ടായിരുന്നു, എല്ലാം പരാജയമായിരുന്നു. എന്നാൽ കയറിയതാണ്. സൂര്യന്റെ അതൊരു പടം റിലീസ് ചെയ്തില്ലായിരുന്നു മറ്റേ തെലുങ്കിലത്തെ. അത് 1 കോടിയും കണ്ട് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെ, കേരളത്തിൽ റിലീസ് എടുത്തു പോയിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ കുറച്ച് ഡൗൺ ആയിരുന്നു. അടുത്തത് ദൃശ്യം 3 ആടാ. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 236 കോടിയായിരുന്നു കേട്ടോ. അതായത് വാഴ 2-നെ വേൾഡ് വൈഡ് ഗ്രോസിൽ മറികടന്നിട്ടുണ്ട്. ഇപ്പോൾ വേൾഡ് വൈഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ 1 ലോക, പിന്നെ 2 എമ്പുരാൻ, 3 തുടരും, 4 ദൃശ്യം 4, ദൃശ്യം 3. അഞ്ചാമതാവാനും അല്ലേ, ദൃശ്യം 4-മതായി എന്ന് പറയാണ്. ദൃശ്യം 4 ദൃശ്യം 4 ആണോടാ വന്നത്? ദൃശ്യം 3 ദൃശ്യം 4 ആയി മാറി. എങ്ങനെയെന്ന് പറയാ? ദൃശ്യം 3 4th പൊസിഷൻ, വേൾഡ് വൈഡ് കളക്ഷനിൽ 4-മത്. ഓക്കെ, അടുത്തത് കിങ്. സിനിമയുടെ ഫുൾ ഷൂട്ട് ജൂണിൽ തീരും കേട്ടോ. ഓക്കെ, സിദ്ധാർത്ഥ് ആനന്ദ് ഡയറക്റ്റ് ചെയ്ത് SRK നായകനാവുന്ന സിനിമയാണ്. സിനിമ ഡിസംബർ 24-നാണ് റിലീസിനെത്തുന്നത്. അതെ, ഈ വർഷം 26. ഓക്കെ, അടുത്തത് വാഴ 3. വാഴ 3 സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്ക് തുടങ്ങി എന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. പെൺകുട്ടികളെ വെച്ചിട്ടുള്ള പരിപാടിയാണ് പ്ലാൻ ചെയ്യുന്നത്. സെറ്റ് ആവട്ടെ. സ്വപ്നം കണ്ടിരിക്കും പല പ്രമുഖരും. ആരൊക്കെ ആയിരിക്കും വരാൻ പോണെന്നുള്ളത് നോക്കാം. അടുത്തത് ഐ ആം ഗെയിം. സിനിമയുടെ കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ ഒട്ടിച്ചൊരു പോസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, അത് ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. ഹിദായത്ത് സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ നായകനാവുന്ന സിനിമ ഓഗസ്റ്റ് 20 സിനിമ റിലീസിനെത്തും. എന്താ ലൂക്ക് അല്ലേ? തിയേറ്റർ ചാർട്ടിങ് തുടങ്ങിട്ടോ, ഓണർ റിലീസുകള് വമ്പൻ. എല്ലാ വലിയ തിയേറ്ററുകളും ആള് കൈക്കലാക്കിക്കൊണ്ടിരിക്കുക. സത്യം. അടുത്ത നിവിൻ പോളി 40 അല്ല 50. സിനിമയുടെ അനൗൺസ്മെന്റ് ഉടൻ ഉണ്ടാവും എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് അൽഫോൺസ് പുത്രൻ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത് കേട്ടോ. അത് കൊള്ളാം കേട്ടോ. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് മാർട്ടിൻ പ്രാക്കാട്ട് മൂവി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തത് ധ്രുവ നക്ഷത്രം. ആള് നമ്മുടെ ഗൗതം വാസുദേവ് മേനോൻ ഹൈക്കോടതിനെ സമീപിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു 30 ദിവസം കൂടി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് റിലീസിന് വേണ്ടി. അതായത് ജൂൺ 15-നുള്ളിൽ റിലീസ് ചെയ്യണമെന്നായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത്. യെസ്, അതൊന്ന് നീട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. അല്ല, അത് കൊടുക്കൂടാ. പിന്നെ എന്തായാലും പലരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായി ധ്രുവ നക്ഷത്രം. എന്തായാലും അപ്പൊ അടുത്ത മാസത്തേക്ക് നോക്കിയാൽ മതി. അതെ, ഈ ദിവസം കൂടി ഇത്രയും ഒരു 30 ദിവസം കൂടി കൊടുക്കാൻ ഓക്കെ ആണെങ്കിൽ ജൂലൈയിലൊക്കെ വരും. അല്ലെങ്കിൽ ഉണ്ടാവില്ല ചിലപ്പോ, ആയിരിക്കും എന്തെങ്കിലും മാറ്റങ്ങൾ വല്ലതും വരുത്താണ്ടാവും. അത് അന്നത്തെ കാലത്തേക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ, ചേഞ്ച് വരുത്തുണ്ടാവും. ഭാസ്കരഭരണം രൂപേഷ് പീതാംബരൻ നായകനാവുന്ന സിനിമയാണ്. അത് തന്നെ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ഒരു ലിറിക്കൽ വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. റൈസ് ഓഫ് നാഗ. അതാണ് ജൂൺ 26 സിനിമ റിലീസിനെത്തുന്നത്. അടുത്തത് ജയിലർ 2. സിനിമയുടെ റിലീസ് ഡേറ്റ് ഒക്ടോബർ 15-ലേക്കാണ് പ്ലാൻ ചെയ്യുന്നതെന്നാണ് കേൾക്കുന്നത് കേട്ടോ. അത് പൂജ ഹോളിഡേ മുൻകൂട്ടി കണ്ടുകൊണ്ട്. ഓക്കെ, ഇതിന്റെ റീഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെൽസൺ സംവിധാനം ചെയ്ത് തലൈവർ നെൽസൺ സംവിധാനം ചെയ്ത് തലൈവർ നായകനാവുന്ന സിനിമ. പിന്നെ പോരാത്തതിന് ലാലേട്ടൻ, ഡോക്ടർ ശിവരാജ് കുമാർ, ഹൃതിക് റോഷൻ, എല്ലാവരും ഉണ്ട്. നമ്മുടെ ഫേവറേറ്റ്സ് ഒക്കെ ഉണ്ട്. ഹൃതിക് റോഷനെ കൊണ്ടുവരുന്നൊരു ഒരു സമയമുണ്ട്. അത് നമ്മൾ എവിടെയും പറയൂട്ടോ, നമ്മൾ പറഞ്ഞിട്ടുള്ള എന്റെ പൊന്നോ, അത് വൈബായിരുന്നു. അതിന്റെ ആളുടെ പടം എന്തോ പിന്നെ പറ്റില്ലേ.
എന്തോ ഭയങ്കര ബുദ്ധിയായിരുന്നു മറ്റേ സിനിമ പറഞ്ഞ പോലെ. പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു പോയി തോന്നി. ആക്ഷൻ സിനിമ മാത്രം ചെയ്ത് പോയാൽ മതിയായിരുന്നേ. അങ്ങനെയായിരുന്നു ഇയാൾ വേറെ സൂപ്പർ ഹീറോസ്. അല്ല, അതിന്റെ ഇടയിൽ കൂടി കുറച്ച് കിട്ടുന്ന സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ എന്താ ഒരു കഴിഞ്ഞ ഇതിൽ അവാർഡൊക്കെ കിട്ടിയ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, ഒരു കോളേജ് അധ്യാപകനായിട്ട് മറ്റേ തടിയൊക്കെ കൂട്ടി വയറൊക്കെ ചാടി. അതായത് തിയേറ്റർ മെറ്റീരിയൽ ആ ലെവലിലെ പരിപാടി തന്നെ ചെയ്യണം. നീ ഇപ്പൊ പറഞ്ഞ ഏതാന്നുള്ള എനിക്ക് ഓർമ്മ. അതായത് അതിന്റെ പേര് ഞാനും മറന്നുപോയി. നമ്മള് ഭയങ്കര ഫാൻസ് പറഞ്ഞിട്ട് അത് ഉണ്ടായിരുന്നു. അല്ലാതെ ഇപ്പോഴും ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കാന്നല്ല കേട്ടോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതൊന്നും നമ്മൾ ഓർത്തിരിക്കുന്നില്ല. ഓക്കെ, അടുത്ത കിഴി. എന്തോ സാധനം അടുത്തത് അടുത്തുള്ള സാധനം അല്ല, മറ്റേ സാധനം വന്നില്ല. ഇതിലെ സാധനം ഉണ്ടല്ലോ, അത് വന്നില്ല. അടുത്തത് കൃഷ്ണ. കൃഷ്ണ സിനിമ റീ റിലീസിന് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. ഏതാണ്ട് കൺഫേം ആക്കി. അടുത്തത് കൃഷ്ണയാണ് വരാൻ പോകുന്നതാണ്. 2 കിടക്കുന്നുണ്ടെന്നാ പറഞ്ഞത്, കൃഷ്ണയും ആര്യയും. അപ്പൊ ഏതാണ് ഫസ്റ്റ് വരുന്നത് എന്നുള്ളത് തീരുമാനമായിട്ടില്ല എന്നാ പറഞ്ഞത്. കൃഷ്ണ, ആര്യയൊക്കെ തിയേറ്ററിൽ പോയിട്ട്, കൃഷ്ണ തിയേറ്ററിൽ പോയത് ഹീറോ. പിന്നെ അതൊക്കെ കേരളത്തിൽ വൻ ഹിറ്റുകളാണ്. ഇതൊക്കെ കാത്തിരുന്നൊരു സമയമാണ്. ഓക്കെ, അടുത്തത് ഖലീഫ. എന്താ വെച്ചടാ, എനിക്ക് ഈ മറ്റേ കഫക്കെട്ടുകൊണ്ടേ തൊണ്ടയ്ക്കും ഇതൊക്കെ ഒരു വേദന കേട്ടോ, ഒറ്റപ്പെടുത്താൻ കുടിച്ചു. ഓക്കെ, എന്താണെങ്കിലും ഖലീഫ സിനിമയുടെ ഒരു ലൊക്കേഷൻ വീഡിയോ ദുബായിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വീഡിയോ ആണ് കേട്ടോ. വൈശാഖ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ നായകനാവുന്ന സിനിമയാണ്. ഇതിൽ ഒരുപാട് കാമിയോസ് ഉണ്ടെന്നുള്ളത് കേട്ടു. ഒന്ന് ലാലേട്ടനുണ്ട്, പിന്നെ ടോവിനോന്റെ നമ്മൾ പറഞ്ഞല്ലേ, ടോവിനോ ഉണ്ട്, വേറെ ഒന്നുണ്ട് പറയണോ? സൗബിൻ ഉണ്ട്. പിന്നെ ആരായിരുന്നു നമ്മുടെ ഹിന്ദിന്ന്? ഹിന്ദിന്നില്ല, ഉണ്ടേ. അവനല്ല ഇതിന്റെ വില്ലൻ തന്നെ. കാമിയല്ല, എന്നാലും പറയണല്ലോ. അങ്ങനത്തെ പേര് എനിക്ക് ഓർമ്മയില്ല. ആനന്ദൻ കാട് സിനിമയുടെ ഒഫീഷ്യൽ ട്രailer ഇന്ന് 7 മണിക്ക് പുറത്തു വരും. ഓക്കെ, ജിയാൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത് മുരളി ഗോപിന്റെ സ്ക്രിപ്റ്റിൽ ആര്യ നായകനാവുന്ന സിനിമയാണ്. സിനിമ റിലീസ് എത്തുന്നത് ജൂൺ 25-ാം തീയതി. ഓക്കെ, അടുത്തത് D55 ശ്രീലീലേന്റെ ബർത്ത്ഡേ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. ഇത് സംഭവം ഷൂട്ട് നാണ്ട് ഭാഗം കഴിഞ്ഞിട്ടില്ലാവും. അതോ ഇനി അത് പുറത്തു വിടാത്തോണ്ടാണെന്ന് പറഞ്ഞൂടാ. പൂജന്റെ സമയത്തുള്ള സ്റ്റിൽ തന്നെയാണ്. പഴയ സ്റ്റിൽ തന്നെ, അത് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ആയിരിക്കും. യെസ്, എന്തായാലും മമ്മൂക്കയും ധനുഷും പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. മമ്മൂക്കയ്ക്ക് ഇനിയും ബാക്കിയുണ്ട് ഷൂട്ട് ചെയ്യാൻ. അടുത്തത് അതിമനോഹരം ലാലേട്ടൻ നായകനാവുന്ന സിനിമയാണ്. തരുൺമൂർത്തിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ ഒരു ലൊക്കേഷൻ സ്റ്റിൽ വന്നിട്ടുണ്ട്. തകൃതിയിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നടക്കട്ടെ. അടുത്തത് സൂര്യ 47. തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് തകൃതി കൂടുതലാണ്, കാരണം ചെന്നൈയിലാണ് ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഷെഡ്യൂളാണ്, അതിന്റെ ഓട്ടപ്പാച്ചിലാണ്. കേട്ടറിവ് വെച്ച് നമ്മളിത് പറഞ്ഞാണല്ലോ. അല്ല, അങ്ങനെയല്ല, കേട്ടറിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് കൊണ്ടറിഞ്ഞ സാധനങ്ങളൊക്കെ വെച്ച് നോക്കിയാലേ നസ്ലൻ കാത്തിക്കും. അതാണ് കേട്ടത്. നമ്മളൊന്നും പറയുന്നില്ലേ, അല്ല പറയേണ്ടതാണ് ശരിക്ക്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റുഡന്റ് ആണ്, നല്ല കൊടൂര സാധനമാണ്. അടുത്തത് ലോക 2. ഓ മൈ ഗോഡ്, റെക്കോർഡുകൾ തിരുത്താൻ ലോക 2 ടീം വീണ്ടും വരുന്നു. സ്ക്രിപ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇവർ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. ഓഗസ്റ്റ് സെപ്റ്റംബറിലേക്ക് ഏകദേശം ഷൂട്ട് തുടങ്ങും. എന്തായാലും ടോവിനോ നായകനായി വരാൻ പോകുന്ന സിനിമയാണ്. നമ്മുടെ മറ്റു പല താരങ്ങളും ഇതിൽ കാമ്യൂസ് ഉണ്ടാവും. ഉണ്ടാവും എന്തായാലും. നമ്മുടെ ചന്ദ്ര ഉണ്ടാവും, കല്യാണി, പിന്നെ മമ്മൂക്കൻ്റെ കാര്യത്തിൽ സംശയമാണ്. പിന്നെ നസ്ലന്റെ കാര്യത്തിലും സംശയമാണ്. മറ്റേ അവനുണ്ടാവും, സാൻഡി മാസ്റ്റർ. സാൻഡി മാസ്റ്ററിന് സ്കോപ്പില്ല ഇവിടെ. എണ്ണം പറഞ്ഞ അത് വേറെ സത്യം. 300 അല്ല, സാൻഡി മാസ്റ്റർ മറ്റേ സാധനത്തിലിട്ട് അടച്ചില്ലേ? അപ്പൊ സാൻഡി മാസ്റ്റർ കൊണ്ടുവരാം, തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതല്ല ഇപ്പത്തെ മെയിൻ സാധനം. അതായത് ഇവിടെ വില്ലൻ ആള് ഓൾറെഡി നമുക്ക് വില്ലനും കാണിച്ചു തന്നിട്ടുണ്ട്.
ഇനി അവിടെ വേറെ ആൾക്ക് സ്കോപ്പ് ഒന്നുമില്ല. ബാക്കിയുള്ള ആൾക്കാർ വരുന്ന ആരൊക്കെ ഇതിനകത്ത് സഹായിക്കാൻ വരുന്നുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നല്ല ചാത്തന്മാരും മോശം ചാത്തന്മാരും. അതിൽ മോശം ചാത്തന്മാരെ ഇല്ലാതാക്കാൻ ആരൊക്കെ കൂടെ കൂടും, അത്രേ ഉള്ളൂ. അടുത്തത് ഉണ്ണി മുകുന്ദൻ, മിഥുൻ മാനുവൽ തോമസ്. എത്ര കാലമായി ഉണ്ണിന്റെ ഒരു സിനിമന്റെ അപ്ഡേറ്റിനെ കുറിച്ച് പറഞ്ഞിട്ട്. സത്യം ഒരുപാട് ഒരു ഗ്യാപ്പ് തന്നെ കേട്ടോ. ഏതൊക്കെ സിനിമകൾ അനൗൺസ് ചെയ്തു ഇല്ലാതായി. എന്താ സംഭവിച്ചു എന്താണാവോ. എന്തായാലും ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ജോഷി സംവിധാനം ചെയ്യേണ്ട ഒരു സിനിമ ഉണ്ടായിരുന്നു അനൗൺസ് ചെയ്തത്. അതിന്റെ കാര്യത്തിൽ ഒരു അറിവില്ല എന്തൊക്കെയാ സംഭവിച്ചത്. ഇപ്പൊ എന്തായാലും മിഥുൻ മാനുവലും ഉണ്ണി മുകുന്ദനും തമ്മിലൊരു ചർച്ച നടക്കുന്നു എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ബാക്കി ഒന്നും പുറത്തു വന്നിട്ടില്ല ഒഫീഷ്യലായിട്ട്. സംഭവം അണ്ടർഗ്രൗണ്ട് നടക്കുന്നുണ്ട്, വർക്കുകൾ നടക്കുന്നുണ്ട്. യെസ്, ഓക്കെ. അടുത്തത് എന്ത് പറ്റി നിനക്ക്? എന്തൊക്കെ ഭയങ്കര അസ്വസ്ഥതയുണ്ട്. അടുത്തത് STR 52 കീർത്തീശ്വരൻ സംവിധാനം ചെയ്ത് STR നായകനാവുന്ന സിനിമയാണ്. ഇതിൻ്റെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ തീരുമാനമായി എന്നുള്ളതാണ് കേൾക്കുന്നത്. കാസ്റ്റിങ്ങിനെ കുറിച്ച് ചെറിയൊരു സംഭവം പുറത്തു വരുന്നുണ്ട് കേട്ടോ. റൂമേഴ്സാണ് കേട്ടോ. നസ്ലൻ പ്രധാന വേഷത്തിലുണ്ട്, മമിത ബൈജു പ്രധാന വേഷത്തിലുണ്ട്, പിന്നെ കീർത്തീശ്വരനും മമിത ബൈജും ഇവർ ഒരുമിച്ചതാണ് ഒരു തവണ, വീണ്ടും ഒരുമിക്കുന്നു. പിന്നെ ഭാഗ്യശ്രീ ബോയ്സ് നായികയായിട്ട് വരുന്നതാണ്. എന്താണെങ്കിലും മമിത ബൈജുവിന്റെയും നസ്ലാന്റെ ഒക്കെ ഒരു ടൈമാണ്. അതായത് സൂര്യന്റെ വില്ലൻ, പിന്നെ നമ്മുടെ അമൽ നീർത്ത് പടത്തിൽ നായകൻ, മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിലും മട്ടാഞ്ചേരി മാഫിയയിലും മമ്മൂക്കേന്റെ കൂടെ. അല്ല, അതിനുള്ള ആൾക്ക് അങ്ങനെ ചെയ്യാനുള്ള മുതലുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മാത്രല്ല പോരതൊന്നും അല്ല. അപ്പുറത്തും മമിത ബൈജുവിന്റെ അത് തന്നെ എല്ലാ വലിയ നടന്മാരുടെ കൂടെയും സിനിമകളുണ്ട്. ഗംഭീരമാട്ടെ. എന്തായാലും ഈ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.